ഒരു ഷിഫ്റ്റ് വന്ന് നോക്കുന്നത് ചിലപ്പോൾ മാക്സിമം ഒരു 10 പേരെ ആയിരിക്കും നിങ്ങൾ നോക്കുന്നത്. അതിന് മുകളിൽ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അതെല്ലാം NHS വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രിവിലേജുകളാണെന്ന് ഞാൻ പറയും. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ മുകളിൽ നിന്നുള്ള ഇപ്പം പ്രിസ്ക്രിപ്ഷൻ വരെ എററായിട്ട് തരുന്നത് നമ്മൾ വായിച്ചു നോക്കാതെ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് പ്രശ്നമായിട്ട് വരുന്നത്. എന്നും 90 വയസ്സുള്ള 112 വയസ്സുള്ള ആൾക്കാർ വന്നിട്ട് ശ്വാസം എടുക്കാൻ വയ്യ കിടക്കുമല്ല നിങ്ങളുടെ മുമ്പിൽ. നമുക്കിപ്പം നമ്മൾ വേറൊരാളുടെ അഡ്വൈസ് വാങ്ങിച്ചു, ആ ആൾക്ക് ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഇല്ല അവർക്ക്. അതായത് ഒരു പേഷ്യൻ്റ് വയ്യാതിരിക്കുമ്പം ഏത് ലെവലുള്ള കെയർ വരെ നമുക്ക് സീക്ക് ചെയ്യണം. എന്താണ് കെയർ ഹോം, എങ്ങനെ മാനേജ് ചെയ്യാം? ഈ ഒരു സെക്ടർ, പ്രൈവറ്റ് സെക്ടറിനകത്ത് പൈസ നന്നായിട്ട് കിടന്ന് മറിയുന്ന ഒരു സെക്ടറാണിത്. ഹലോ ഫ്രണ്ട്സ്, ഇച്ചിങ് വിഷയിലേക്ക് സ്വാഗതം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വീണ്ടും കെയർ ഹോം സെക്ടർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. NHSനകത്ത് ഒരു വാർഡിനകത്ത് ഒരു തിയേറ്ററിനകത്ത് പോലെ ഒരാൾ വന്നു 5-10 മിനിറ്റ് കണ്ടു, അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ കണ്ടു പോട്ടെ, ഒരു ഷിഫ്റ്റ് കണ്ടു, ചിലപ്പോൾ ഒരു 3 ഷിഫ്റ്റ് കാണും. അതിനപ്പുറം നിങ്ങൾ ആളെ കണ്ടുകൊണ്ടിരിക്കേണ്ട. 1. 2, ഈ പറഞ്ഞ ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവാണ്. നിങ്ങളൊരു ഷിഫ്റ്റ് വന്ന് നോക്കുന്നത് ചിലപ്പോൾ മാക്സിമം ഒരു 10 പേരെ ആയിരിക്കും നിങ്ങൾ നോക്കുന്നത്. അതിന് മുകളിൽ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലേ? അത് തന്നെ NHS നേഴ്സുമാർ ഭയങ്കര വലിയ വർക്ക് ലോഡായിട്ടാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ചുറ്റും ഒരു ഡോക്ടർമാരുടെയും സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു വലിയ കെട്ടുണ്ട്. എന്ത് സംഭവം ഉണ്ടായാലും, ഒരു ബ്ലഡിൻ്റെ സാമ്പിൾ വേണ്ടി വന്നാലും പടപടവും സാധനം എടുക്കുന്നു. നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, അടുത്ത ആൾ വരും. ക്യാനിലിടാൻ പറ്റില്ല, അടുത്ത ആൾ വരും. വേറെ സംഭവം നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റില്ല, അടുത്ത ടീം വന്ന് സംസാരിക്കും. നിങ്ങൾ വർത്തമാനം പറഞ്ഞതായിട്ട് ആ ആൾ കോപ്പി ചെയ്യുന്നില്ല, നിങ്ങളെ റിജക്ട് ചെയ്യുന്നു, നിങ്ങളുമായിട്ട് അടി പിടിക്കുന്നു. അടുത്ത ആളുണ്ട് സംസാരിക്കാൻ, നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാൻ. ഇതെല്ലാം NHS വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രിവിലേജുകളാണെന്ന് ഞാൻ പറയും. അതുപോലെ NHS വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് അറിയാവുന്നവരുണ്ട്. അവര് പറയുന്ന പല കഥകളും നമുക്കറിയാം. അപ്പം കുറച്ചും കൂടെ അവർക്ക് സപ്പോർട്ട് ഉണ്ട് അവിടെ. അതായത് അവർക്ക് ചോദിക്കാനും അവരുടെ മുകളിലേക്ക് ഒരുപാട് സീനിയേഴ്സ് ഉണ്ട്. അപ്പം തനിച്ചൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നില്ല. പിന്നെയും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ മുകളിൽ നിന്നുള്ള ഇപ്പം പ്രിസ്ക്രിപ്ഷൻ വരെ എററായിട്ട് തരുന്നത് നമ്മൾ വായിച്ചു നോക്കാതെ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ എല്ലായിടത്തും റിസ്ക് ഉണ്ട്, റിസ്ക് ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല. എങ്കിലും NHSനകത്ത് നമ്മുടെ ശതമാനക്കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രോബ്ലത്തിന് പുറകെ ഓടുമ്പം കെയർ ഹോമിനകത്താണെ 10 അടി നടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് അവസാനിച്ചു. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കണം ആ കേസ് തിരുവനം വരെ. ഒരു NHSന്റെ കേസിനകത്ത് നിങ്ങൾക്കൊരു 70 അടി അല്ലെങ്കിൽ 60-70 അടി വരെ നിങ്ങളുടെ കൂടെ നടക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് കെയർ ഹോമും NHS കമ്പയർ ചെയ്ത് പറയാൻ ശ്രമിക്കണം. ഇതാണ് ഞാൻ ഇപ്പം ഈ പറഞ്ഞാണ് NHS. ഇനി എന്താണ് കെയർ ഹോമിൽ നടക്കുന്നത്? കെയർ ഹോം എന്ന് പറയുമ്പോൾ ഒരു ഷിഫ്റ്റില് ഇപ്പൊ 30 പേർക്ക് ഒരു നഴ്സ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ വൈഡ്ലി കാണപ്പെടുന്നത്. പക്ഷെ അത് കയറി ഇറങ്ങിയൊക്കെ വരുന്നുണ്ട്. 42 പേരൊക്കെ ഒരു നേഴ്സുള്ള ഹോമുകളുണ്ട്. അത് തന്നെ 2 ഫ്ലോർ ആയിട്ട് 30-60 പേരാണെങ്കിൽ നമ്മൾ ലക്കിയാണ്. അപ്പൊ ഒരു നഴ്സും കൂടെ മുകളിലുണ്ട്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി. ഇപ്പം നമ്മുടെ മുകളിലുള്ള ഇപ്പം യൂണിറ്റ് മാനേജർ ആയാലും ഡെപ്യൂട്ടി മാനേജർ ആയാലും ഇവരെല്ലാം ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ പോയല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്കൊരു അഡ്വൈസ് ചോദിക്കാനായിട്ട് ആരും ഉണ്ടാവാത്തൊരവസ്ഥ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഒരു വർക്ക് ലോഡ് അവളാ പറയുന്ന പോലെ തന്നെ ഒരു നേഴ്സ് മാനേജ് ചെയ്യേണ്ട 30 മുതൽ 40 വരെയുള്ള ഒരു വലിയ ക്ലയന്റ് ഗ്രൂപ്പിനെയാണ്. അതും ചെറുപ്പക്കാരല്ല. NHSനകത്ത് വരുന്ന ആൾക്കാരുടെ പ്രത്യേക ഗുണം എന്ന് പറഞ്ഞാൽ അവർ ഒരു ചെറുപ്രായം മുതൽ ഒരു 14 വയസ്സ് മുതൽ ചിലപ്പോൾ ഒരു 70 വയസ്സിൽ 90 വയസ്സുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ മാനേജ് ചെയ്യുന്നത്. അത് കയറി ഇറങ്ങി വരും. എന്നും ഒരേപോലെ എന്നും 90 വയസ്സുള്ള 112 വയസ്സുള്ള ആൾക്കാർ വന്നിട്ട് ശ്വാസം എടുക്കാൻ വയ്യ കിടക്കുമല്ല നിങ്ങളുടെ മുമ്പിൽ. കെയർ ഹോമിനകത്ത് അത് മാത്രമാണ് എൽഡർലി ഏജ്ഡ് ഗ്രൂപ്പ്. അവർക്ക് നിങ്ങളുടെ വലിയമ്മയൊക്കെ നോക്കിയ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഏജ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവം ഒന്ന് മാനസികമായിട്ട് ഇവർക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. എനിക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല, അറ്റൻഷൻ തന്നാൽ എന്നാ കുഴപ്പം, ഞാൻ പ്രൈസ് കൊടുത്തിട്ടില്ല ഇവിടെ കിടക്കുന്നത്, അങ്ങനെ ചൊറി പിടിക്കുന്ന കുറേ സംഭവങ്ങൾ ഇതിനകത്ത് വേറെ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർ പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരു ദിവസം 20 സിഗരറ്റ് വെച്ച് വലിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ ഒരു സിഗരറ്റേ വലിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ച പണി മൊത്തം ഇല്ലാതാവുമോ? ഇല്ല. COPD മുതലിങ്ങോട്ടുള്ള സകലമായ പണികളും കിടക്കുന്നു. ഇവർ രാത്രി 1 മണിക്കും 2 മണിക്കും 5 മണിക്കും 3 മണിക്കൊക്കെ ശ്വാസം കിട്ടുന്നില്ലാത്ത ആ പ്രോബ്ലത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് ആ പ്രോബ്ലം. ഇത് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നതിൻ്റെ സംഭവമാണത്. ഇതുപോലെ 100 കണക്കിന് കണ്ടീഷൻസ് ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഉണ്ടാക്കി വെച്ച ആൾക്കാരാണ് ഈ വന്ന് കിടക്കുന്നത്. നിങ്ങൾ ഇവരെയാണ് ഈ 40 പേരെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഒരു നേഴ്സ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ തീരുമാനങ്ങൾ ഭയങ്കര ക്വിക്കായിരിക്കണം. റാപ്പിഡായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് വേണം. റാപ്പിഡ് ജഡ്ജ്മെൻറ്റിനകത്തൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഈ ആൾ ചിലപ്പോൾ അപകടത്തിൽ പോകുന്നവരാ. നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നില്ല. അപ്പം നിങ്ങളുടെ തീരുമാനിച്ച സ്ലോ ആയി, അല്ലെ കുറച്ചുകൂടെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് വെച്ചു. അതുപോലെ നമുക്കിപ്പം നമ്മൾ വേറൊരാളുടെ അഡ്വൈസ് വാങ്ങിച്ചു,
ആ ആൾക്ക് ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഇല്ല, അവർക്ക് അഡ്വൈസ് തന്നിട്ട് അങ്ങ് പോയാൽ മതി. സെക്കൻഡ് ഒപ്പീനിയൻ മാത്രമാണ്. അപ്പൊ നമ്മളാണ് നോട്ട്സ് എഴുതി വെക്കുന്നത്, നമ്മളാണ് മെയിൻ ആയിട്ട് അസസ് ചെയ്യുന്ന ആള്. ശരിയാണ്, നമുക്ക് അതൊരു ഇപ്പൊ കോർട്ടിലൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു എന്ന് നമുക്ക് പറയാം. അത് എപ്പോഴും ചെയ്യണം, അത് നമ്മളെ കവർ ചെയ്യുന്ന ഒരു വലിയൊരു ഭാഗമാണ്. എപ്പോഴും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ലാതെ ഞാനൊന്നും ചെയ്യൂല എന്ന് തീരുമാനിക്കരുത്. അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അത് വളരെ ഓക്വേർഡ് ആണ്. നമ്മൾ അത്ര നേഴ്സുമാരുടെ കൊടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. എന്താ, നമ്മൾ കുറെ കാലം എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് അറിയാം സെക്കൻഡ് ഒപ്പീനിയൻ എവിടെ വാങ്ങിക്കണം, എപ്പോൾ വാങ്ങിക്കണ്ട, അതൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. തന്നെത്താൻ ഇതാവും. ഇതാണ് ഞങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക്. ഈ തന്നെത്താൻ നിങ്ങൾ വളർന്നു വരുന്നതും അതല്ലാതെ എന്തെങ്കിലും മെതേഡ് ഉണ്ടോ? ഒരു ഹെയർ ഹോം മാനേജ് ചെയ്യുന്ന ഒരു നേഴ്സ് 10-40 പേരെ വലിയൊരു ക്ലയൻറ്റ് ഗ്രൂപ്പിനെ, അതും റാപ്പിഡ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് ഗ്രൂപ്പിനെ മാനേജ് ചെയ്യുന്ന ഒരു നേഴ്സിനെ കരിയറിൽ ഗ്രോ ചെയ്യാനായിട്ടും ആ ഷിഫ്റ്റ്, അതായത് നമ്മുടെ ഷിഫ്റ്റിനെ എഫക്റ്റീവ് ആൻഡ് മോർ ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടി, നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മെതേഡ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഞങ്ങളുടെ എളിയ ശ്രമമാണ് ഈ വീഡിയോ. അത് ഒരുപാട് പേർക്ക് ഇപ്പോൾ പുതിയതായിട്ട് കയറിയവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം ആരും പുതിയ ആരും പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങി വരുന്നതല്ലല്ലോ. എല്ലാ നഴ്സിംഗ് നമുക്ക് ബുക്കിലെ നോളജ് മാത്രം വെച്ചുകൊണ്ട് റിയൽ സിനാരിയോയിൽ വരുമ്പം ആ നോളജ് എന്ന് പറയുന്നത് പേപ്പർ നോളജ് മാത്രമാണ്. അതും എക്സ്പീരിയൻസ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും എന്നൊന്നും അല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഒരു പേഷ്യൻ്റ് വയ്യാതിരിക്കുമ്പം ഏത് ലെവലുള്ള കെയർ വരെ നമുക്ക് സീക്ക് ചെയ്യണം. അതായത് ഇപ്പം ജസ്റ്റ് മോണിറ്ററിങ് തൊട്ട് അവരെ ആംബുലൻസ് വിളിച്ച് വിടുക എന്നുള്ളതാണ് രണ്ട് എക്സ്ട്രീമുകളായി പറയുന്നത്. അതായത് ഇപ്പൊ അവളാ പറഞ്ഞതാണ് ഒരു കെയർ ഹോമിനകത്തെ നോർമൽ ജീവിതം. ഈ പറഞ്ഞ സംഭവം കണ്ടിട്ട് ഞാൻ തീരുമാനിക്കുന്നു അത് കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറുങ്ങനെ മുത്തവിട്ട പ്രശ്നങ്ങൾ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ അടുത്ത ആഴ്ച GP വരുമ്പോൾ GPയോട് സംസാരിച്ച് തീരുമാനിച്ചോളാം. അതായത് അടുത്ത ആഴ്ച ഒരു വെയിറ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിന് റിസ്ക് ആരെടുക്കുന്നത്? ആ നേഴ്സ് എടുക്കുവാണ്. അതാണ് ഏറ്റവും ബോട്ടം ലെവൽ. കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനത്തിൽ തെറ്റില്ല, നോ പ്രോബ്ലം. ഇനി നമ്മൾ തീരുമാനിക്കണം ഇത് സംതിങ് റോങ്, ഒരു കുഴപ്പമില്ല പക്ഷേ സംതിങ് റോങ്, അത് ഞാനിത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും കുഴപ്പമുണ്ട്, നമ്മൾ കണ്ടു വിസിബിളി കുഴപ്പമുണ്ട്, ഒരു വീഴ്ച ഉണ്ടായി, തല പൊട്ടി മുറിഞ്ഞു, ചോര ഒഴുകിക്കൊണ്ടിരിക്കുക, ചോര നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ആൾ അൺകോൺഷ്യസ് ആകുന്നു, വീണ്ടും അപ്പ് ചെയ്യുന്നു, പക്ഷേ വീണ്ടും ഡൗൺ ആകുന്നു, അല്ലെങ്കിൽ നിന്ന് നിപ്പിൽ ഒരാൾ ടോയ്ലറ്റിൽ പോയിരുന്ന പുള്ളിക്കാരൻ ടോയ്ലറ്റിൽ പോകുന്നപ്പോൾ നിന്ന് നിപ്പിൽ അൺകോൺഷ്യസ് ആയിട്ട് കൊളാപ്സ് ആയി പോകുന്നു. അവിടെ നമ്മുടെ തീരുമാനം എടുക്കാനുള്ള ഇടയൊന്നുമില്ല. ഉണ്ടോ? തീരുമാനം എടുക്കാനായിട്ട് ഇവരുടെ ദേഹത്ത് തന്നെ നടക്കുന്ന നമുക്ക് വല്ല പിടിയുണ്ടോ? ഇവരുടെ ദേഹത്ത് നടക്കുന്നത് എന്തുവാണെന്നോ, ഇവർക്ക് ഹാർട്ട് അറ്റാക്കാണ് ഉണ്ടായെന്ന് ഒന്നും വെരിഫൈ ചെയ്യാനുള്ള ഒരു യന്ത്രങ്ങളും കെയർ ഹോമിനകത്തില്ല. ഇതാണ് കെയർ ഹോം നേഴ്സിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അടുത്ത എക്സ്ട്രീം പോകും. ഏറ്റവും താഴ്ന്ന് ഏറ്റവും മുകളിൽ പോകാൻ പോകും. ഏറ്റവും മുകളിൽ പോകാന്ന് പറയുന്നത് ഇവിടുന്ന് ഇത് NHS കയറ്റി വിടുക എന്നുള്ളതാണ്. ആംബുലൻസ് വിളിക്കുക, പാരാമെഡിക്ക് വഴി ഇന്ന് കൊണ്ടുപോകും. ഞങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്കോപ്പും ഇവിടുത്തെ അവൈലബിൾ റിസോഴ്സുകളും വെച്ച് ഞങ്ങൾക്ക് ഈ ആളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് അക്സെപ്റ്റ് ചെയ്ത് അവരെ കയറ്റി വിടുന്നതാണ് പിന്നത്തെ എക്സ്ട്രീം എന്ന് പറയുന്നത്. ഇതാണ് രണ്ട് വഴി. ഈ രണ്ട് വഴിക്കിടയിലാണ് ഒരു കെയർ ഹോമിനകത്ത് ഒരു നേഴ്സിൻ്റെ നോർമൽ ജീവിതം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ 111 വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറെ വിളിച്ചിട്ട് ഇപ്പൊ ചെസ്റ്റ് ഇൻഫെക്ഷൻ, അത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇല്ല, സാച്ചുറേഷൻ ഒക്കെ നോർമലാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഡോക്ടറിന് സാധാരണ ഇതിലൊരു മെയിൽ അയക്കും. ഡോക്ടർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഒന്ന് വിളിക്കും. അപ്പോൾ റിസപ്ഷനിസ്റ്റാണ് നമ്മൾ ഫോൺ എടുക്കുന്നത്. നമുക്ക് ഡോക്ടറെ നേരിട്ട് കിട്ടാനുള്ള വഴിയൊന്നുമില്ല. അവർക്ക് സമയമുള്ളപ്പം ഒരു തിരിച്ചു വിളിക്കും, ചിലപ്പോൾ തിരിച്ചൊന്നും വിളിക്കത്തില്ല. കോൾ ഹാൻഡ്ലർ എന്ന് പറയുന്ന ആളെ നിങ്ങൾ കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള പോലെ ഇരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ്. ആ കോൾ എടുക്കുന്ന ആളൊരു കോൾ ഹാൻഡറാണ്. ചിലപ്പോൾ അവർ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. ചിലപ്പോൾ അവർ തീരുമാനിക്കും ഡോക്ടറുടെ ആവശ്യമൊന്നുമില്ല, ഒരു നേഴ്സിന് വരെ വിളിച്ച് സംസാരിക്കേണ്ട സാധനം ഉള്ളെന്ന് അവരൊക്കെ തീരുമാനിച്ചു. അപ്പോൾ അവർ ക്ലിനീഷ്യൻ ഒരു നേഴ്സിനെ വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ വിടുന്നു. നേഴ്സ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇത് ഒബ്സർവേഷന് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഡോക്ടർക്ക് ഫോർവേഡ് ചെയ്തേക്കാം. സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മണിക്കൂറുകളുടെ ഗ്യാപ്പാണ്. ഈ ഒരു കോൾ തിരിച്ചു വരാൻ വേണ്ടി എടുക്കും 1 മണിക്കൂർ. ചിലപ്പം നമുക്ക് ഇതുവരെ അരമണിക്കൂറിലൊന്നും കോൾ തിരിച്ചു വന്നൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഇത്രയും വർഷത്തിനിടയ്ക്ക്. ഞങ്ങളുടെ ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ അതുകൂടെ പറയാൻ പറ്റും. ഞങ്ങളുടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് 15 വർഷത്തോളമായിട്ട് കെയർ ഹോമുകൾ മാത്രം ബേസ് ചെയ്ത്, ഒരു കെയർ ഹോം അല്ല, ഒത്തിരി കമ്പനികളുടെ കെയർ ഹോമുകൾക്കകത്ത് വർക്ക് ചെയ്യുന്ന ലോക്കം നേഴ്സുമാരാണ് ഞങ്ങൾ. ഇപ്പോഴും ചില കമ്പനികളെ ബേസ് ചെയ്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് ഏജൻസി നേഴ്സായിട്ടോ അല്ലെങ്കിൽ ലോക്കമായിട്ട് ഞങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെൻ്റ് അല്ല, ഒരു സ്റ്റൈൽ ഓഫ് മെത്തേഡുകളല്ല, മെത്തഡോളജികളോ അല്ലെങ്കിൽ ഷിഫ്റ്റ് മാനേജ്മെൻറ്റോ ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എന്നും പുതിയ ആൾക്കാരും പുതിയ സ്റ്റൈലുള്ള കാര്യങ്ങളും കാണാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഇതാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വെളിച്ചത്തിലാണ് ഞങ്ങൾ കൂടുതൽ ഇത്രയും നിങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. എനിവേ, ഞങ്ങൾക്ക് Instagram പോലെ ഒരു 1.5 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ഒരു കെയർ ഹോമിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എന്ന് പറയുന്ന സ്റ്റൈലുള്ള സാധനം പറയാൻ അറിയില്ല.
കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവങ്ങളാണ് കൂടുതലും പറയാനുള്ളത്. അപ്പോൾ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്കതിനെ പൊട്ടും പൊടിപ്പും തൊങ്ങലും എല്ലാം പറയണം, എന്നാലേ ഉള്ളൂ അതിനകത്ത് എന്താണ് സംഭവിച്ചത്, എന്താണ് ആ കേസിൽ ഉണ്ടായത് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ കേസ് സ്റ്റഡീസ് വെച്ച് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുറച്ച് സമയം വേണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ വന്ന് അവിടെ ആക്റ്റീവ് ആകാൻ ശ്രമിക്കാത്തതിൻ്റെ കാരണം. ബിക്കോസ് ഇറ്റ് ഡസൻ വർത്ത്. നമ്മൾ അവിടെ വന്ന് ഈ കഥ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും നമ്മുടെ അവിടുത്തെ ട്രെൻഡ് തന്നെ എങ്ങനെയാണ്, ഈ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കയറി പോകുന്ന ട്രെൻഡിനകത്ത് ഞങ്ങളുടെ വീഡിയോസിനകത്ത് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ആവശ്യമുള്ളവർ കാണുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഇവിടെ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഷോർട്ടേജ് ഉണ്ടെന്ന് തോന്നിയുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് തന്നെ. കെയർ ഹോം സൈഡിനകത്ത് ഭയങ്കരമായിട്ട് ഇത് നമുക്ക് പറ്റിയ ജോബല്ല. നേഴ്സുമാരെല്ലാവരും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ നേഴ്സുമാർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. കെയർ ഹോമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. എന്താണ് കെയർ ഹോം, എങ്ങനെ മാനേജ് ചെയ്യാം? ഈ ഒരു സെക്ടർ, പ്രൈവറ്റ് സെക്ടറിനകത്ത് പൈസ നന്നായിട്ട് കിടന്ന് മറിയുന്നൊരു സെക്ടറാണിത്. എങ്ങനെ ഇതിനകത്ത് മാനേജ് ചെയ്യാം, കരിയറിൽ എങ്ങനെ കയറിപ്പോകാം എന്നുള്ളതാണ് ഞങ്ങൾ ഗൈഡ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഉദ്ദേശം. നിങ്ങൾക്ക് ഇന്നിത് വേണ്ടി വരത്തില്ല, പക്ഷേ ലോങ് റണ്ണിൽ നിങ്ങൾക്കൊരു കെയർ ഹോം വേണ്ടി വരും. അല്ലാതെ എല്ലാവരും ജീവിതകാലം മുഴുവൻ NHS നിൽക്കണം നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ കെയർ ഹോമിൽ കേട്ടോ, കെയർ ഹോമിൽ ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർ ഭൂരിഭാഗം പേരും കെയർ ഹോമിൽ നിൽക്കണമെന്നില്ല. ഒരു 40-40 വയസ്സാകും മിക്കവാറും പേരും NHSലും കയറാറുണ്ട്. സോ വൈസ് വേഴ്സ, നമുക്കതിനകത്ത് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. ഗുണപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഞങ്ങളുടെ ഒരു വാട്സപ്പ് ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. അപ്പം കൂടുതൽ സംസാരിക്കണമെന്നും കേൾക്കണമെന്നൊക്കെ ആൾക്കാർ, പരിചയപ്പെടണമെന്നൊക്കെ ആൾക്കാർ തീർച്ചയായിട്ടും വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അവിടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. അതെ, സ്പോട്ടിഫൈക്കകത്ത് ഒട്ടും വർത്താനം പറയാത്ത ഇവള് തുടങ്ങി വെച്ചതാണ്. സ്പോട്ടിഫൈക്കകത്ത് പോഡ്കാസ്റ്റ് തുടങ്ങി വെച്ചിട്ട് ഞാൻ വർത്താനം പറഞ്ഞിരുന്നു പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ എന്ത് പറയാനായിട്ടാണ്. എനിവേ, ഏതായാലും ഹാപ്പി ക്രിസ്മസ്, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഉറപ്പായിട്ടും ക്രിസ്മസ് തീർച്ചയായിട്ടും ഇവിടെ വന്ന ആയത്തിൽ പ്രാരാബ്ദം ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് ഇത്തവണത്തെ ക്രിസ്മസ് എല്ലാവർക്കും ഒരു സന്തോഷിക്കുന്ന ലെവലിലുള്ളതായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിടത്തും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും കാണാനും കേൾക്കാനും ഇത്തവണ പറയാനില്ല. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ.